ചടപടാന്നൊരു വെറൈറ്റി കറി വെക്കാൻ പോവാണേ. അയ്യോ ദേ എൻ്റെ തക്കാളി എടുത്തുകൊണ്ട് ഒരുത്തൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് പാതി സവാളയും 3 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ തക്കാളി ഈ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് വെതറി കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ വെതറിയിട്ട് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി കറി ഇവിടെ റെഡിയാണ്. ഇനി കുറച്ചുകൂടി ഒന്ന് വെറൈറ്റി ആക്കാനായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ മുട്ട ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മുട്ട ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ട്രൈ ചെയ്ത് നോക്കൂ.